മൂന്ന് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് RVNL. കഴിഞ്ഞ ദിവസം RVNL 3% ഉയർന്ന് 245 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37. 52 വീക്കിൽ നിന്നും സ്റ്റോക്ക് 100 രൂപ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. മധ്യപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഹിമാചൽ പ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഏകദേശം 2,400 കോടി രൂപയുടെ പ്രോജക്റ്റ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം RVNL എന്ന സ്റ്റോക്കിൽ 3%-ഓളം റാലി കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന അപ്ഡേറ്റ് പ്രകാരം സെൻട്രൽ റെയിൽവേയിലെ നാഗ്പൂർ ഡിവിഷനിൽ നിന്നും RVNLന് 47 കോടി രൂപയുടെ ഒരു പുതിയ പ്രോജക്റ്റ് കൂടി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഭാഗമായ പൂനെ മെട്രോ റെയിൽ പ്രോജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായും RVNLനെ തിരഞ്ഞെടുത്തു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. RVNL എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 225 രൂപയുടെ സപ്പോർട്ടും 275 രൂപയുടെ റെസിസ്റ്റൻസുമാണുള്ളത്. രണ്ടാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർമാർട്ട്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 1.5% ഉയർന്ന് 3,986 ക്ലോസിംഗ് നൽകി. 4,200 എന്ന 52 വീക്ക് ഹൈയിൽ സ്റ്റോക്ക് ടച്ച് ചെയ്തതിനു ശേഷം ഡിമാർട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 3,750 വരെ ഇടിയുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും റിക്കവർ ആവുകയാണ്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഡെയിലി പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. 2.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 106. ഡിമാർട്ട് ചെന്നൈയിൽ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈ സ്റ്റോർ വഴി ഡിമാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 348 എത്തി. സ്റ്റോക്കിൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള അപ്സൈഡ് ഫോർമേഷൻ കാണാൻ സാധിക്കും. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്ന് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ഡെയിലി ബേസിസിൽ 3,900 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 4,100, 4,200 തുടങ്ങിയ റെസിസ്റ്റൻസുകൾ ഡിമാർട്ടിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് LTI മൈൻഡ്രി. LTI മൈൻഡ്രി കഴിഞ്ഞ ദിവസം 5,130 ക്ലോസിംഗ് നൽകി. 2024 6,500 വരെ ഉയർന്നതിന് ശേഷം LTI മൈൻഡ്രി എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്ക് 5,000 എന്ന സപ്പോർട്ട് സോണിനടുത്തേക്ക് നീങ്ങുകയുമാണ്. കഴിഞ്ഞ ദിവസം LTI മൈൻഡ്രിയുമായി ബന്ധപ്പെട്ട് ജെഫ്രീസ് പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ജെഫ്രീസ് LTI മൈൻഡ്രിയുടെ ടാർഗറ്റിനെ 5,890 രൂപ പെർ ഷെയർ എന്ന റേറ്റിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തെങ്കിലും 15% റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയാണ് LTI മൈൻഡ്രി എന്ന സ്റ്റോക്ക് നൽകുന്നത്. റീസെൻ്റ്ലി LTI മൈൻഡ്രി എന്ന കമ്പനിയുടെ CFO റിസൈൻ ചെയ്തിരുന്നു. കമ്പനിയുടെ സീനിയർ ലെവൽ എക്സിക്യൂട്ടീവ് കമ്പനിയിൽ നിന്നും റിഫൈൻ ചെയ്തത് LTI മൈൻഡ്രി തുടങ്ങിയ കമ്പനികളുടെ മെർജറുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഇൻ്റഗ്രേഷൻ ഇഷ്യൂ മൂലമാണെന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ മെർജറിന് ശേഷമുള്ള റവന്യൂ സിനർജീസ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ സമയമെടുത്തേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024-26 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 5 മുതൽ 9% ഇടിവ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി LTI മൈൻഡ്രിയുടെ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തത്. മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSAയും വിപ്രോ LTI മൈൻഡ്രി തുടങ്ങിയ കമ്പനികൾക്ക് സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. വീക്ക് ഡിമാൻഡ് ഔട്ട്ലുക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് CLSA LTI മൈൻഡ്രിക്ക് സെൽ എന്ന റേറ്റിംഗ് നൽകിയത്. LTI മൈൻഡ്രി എന്ന സ്റ്റോക്ക് 6,500 നിന്നും ഇടിഞ്ഞ് 5,125 ട്രേഡ് ചെയ്യുന്നു. 5,000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 4,880 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ റേഞ്ചിനടുത്ത് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്